ഈ ഒരേ ദിവസമാണ്, അതായത് ഒറ്റ ദിവസമാണ് 369 ഏക്കർ ഭൂമി വഖഫ് ബോർഡ് തങ്ങളുടേതാണ്, അതായത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ, അത് വെല്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ പലയിടങ്ങളിലും ഭൂമി തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി വഖഫ് ബോർഡ് ഒരു ദിവസമാണ് രംഗത്ത് വന്നത്. ആ ഒറ്റ ദിവസം ഇത്രയും ഭൂമി തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി രംഗത്ത് വരുന്നു. അതിന് പിന്നാലെ മറ്റിടങ്ങളിലൊക്കെ കുറച്ച് ഭൂമി, അതായത് ഏതെങ്കിലുമൊക്കെ 1-2 ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു തിരുച്ചിറപ്പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ഇത്രയും ഒരു 3 പഞ്ചായത്തുകൾ, ഇത്രയും ജനങ്ങൾ വസിച്ചിരുന്ന ഈ ഭാഗം മുഴുവൻ തങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായി അവിടെ എത്തുന്നു. എത്രത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നുള്ളത് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. 1300 വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഈ ഒരു ക്ഷേത്രം മാത്രമല്ല, ഇതിന് സമീപത്ത് കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്. അന്തനല്ലൂർ എന്നുള്ള സ്ഥലത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രവും അതോടൊപ്പം തന്നെ മറ്റൊരു 3 ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട്. അത്തരത്തിൽ 5 ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് വഖഫ് ബോർഡ് തങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു നാടൊന്നാകെ തങ്ങളുടെ ഭൂമിയെല്ലാം തങ്ങളുടേതാണെന്ന വഖഫ് ബോർഡിന്റെ വാദം ഞെട്ടിക്കുന്നതായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടാണ് 369 ഇടങ്ങളിലാണ് ഒറ്റ ദിവസം കൊണ്ട് വഖഫ് ബോർഡ് വിവിധ ഭാഗങ്ങളിൽ തങ്ങൾക്ക് അവകാശമുണ്ട്, ഇത് തങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, തങ്ങളുടെ ഭൂമിയാണ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ 369 ഇടങ്ങളിലായി ഹെക്ടർ കണക്കിന് ഭൂമി തങ്ങളുടേതാണ് എന്നാണ് വഖഫ് ബോർഡ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം ഉയരുന്നത്, ഇത്തരത്തിൽ 1300, 2000, 3000 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഈ വഖഫ് ബോർഡിന്റേതായി മാറുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഉയരുന്ന ഈ ചോദ്യം മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം ദേവസ്വത്തിന്റെ ഭൂമിയുണ്ട്. സമാന രീതിയിൽ തന്നെയാണ് ഇവിടെ പല ഗ്രാമങ്ങളിലും ഈ ക്ഷേത്രത്തിന്റെ അധീനതയിൽ ഉള്ളതാണ് എന്നൊക്കെ രേഖകളിലൊക്കെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ രേഖകളിലൊക്കെ ക്ഷേത്രഭൂമിയാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള, എങ്ങനെയാണ് വഖഫ് ബോർഡ് തങ്ങളുടേതാണ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. വാക്കാലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ പറയുന്നത്. ഇവരുടെ കയ്യിലൊന്നും അടിസ്ഥാനപരമായി ഒരു രേഖയും ഇല്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. യാതൊരു രേഖയും ഇല്ലാതെയാണ് പലയിടങ്ങളിലും വഖഫ് ബോർഡ് അവകാശവാദവുമായി രംഗത്ത് വരുന്നത്. പെട്ടെന്നൊരു ദിവസം, ഒരു സുപ്രഭാതത്തിൽ തങ്ങൾക്കൊക്കെ ഇങ്ങനെ കത്തയക്കുകയാണ് ഇവർ. വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുകയാണ്. കത്തയച്ച് പിന്നീട് അത് തെളിയിക്കേണ്ട ബാധ്യത കത്ത് കിട്ടിയ ആളിനാണ്. തങ്ങൾക്ക് അത് ആ രേഖകളൊക്കെ മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് തങ്ങൾ കാശ് കൊടുത്ത ഭൂമിയിൽ തങ്ങളുടെ ഭൂമിയാണ് എന്ന് വീണ്ടും വാദിച്ച് അത് തെളിയിക്കേണ്ട ആവശ്യവും ഉണ്ടായിരിക്കുക. അങ്ങനെ തെളിയിക്കുമ്പോൾ അതിൽ പിന്നീട് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും ട്രിബ്യൂണലിലേക്ക് പോകുന്നു. അവിടെയും ഈ നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അതിലൊരു ഇടപെടൽ നടത്തി ഏതെങ്കിലും തരത്തിൽ ഒരു വിധി ഉണ്ടാവുകയാണെങ്കിൽ ആ വിധി പുറപ്പെടുവിക്കുന്ന ആളുകൾ, അതിലുള്ള ആളുകൾ മുഴുവൻ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ്. അതിലുപരി സ്ത്രീകൾക്ക് അവിടെ പ്രാതിനിധ്യമില്ല. അതല്ലെങ്കിൽ മറ്റു വിഭാഗക്കാരായ മുസ്ലിങ്ങൾക്കൊന്നും ഈ വഖഫ് ബോർഡിൽ യാതൊരു പ്രാതിനിധ്യവുമില്ല. ഏകപക്ഷീയമായി ഒരു വിഭാഗം മാത്രം തീരുമാനമെടുക്കുന്നു, പിന്നീട് അവർ തന്നെ അത് നടപ്പിലാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് തങ്ങൾക്ക് യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ വന്നിങ്ങനെ തങ്ങളുടേതാണ് എന്ന് വഖഫ് ബോർഡ് പറയുമ്പോൾ അത് എങ്ങനെയാണ് അനുവദിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഇവർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത്. മാത്രമല്ല, DMK-യുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒന്നും യാതൊരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല, കേരളത്തിലേക്ക് കാണുന്ന പോലെ ന്യൂനപക്ഷ പ്രീണനം അവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവർ പരാതിയായിട്ട് പറയുന്നത്.